ഹായ്, ഇന്ന് വീണ്ടും നമുക്കൊരു ഓൾഡ് തവ കിട്ടിയിട്ടുണ്ട്. ഈ ഓൾഡ് തവ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന് മുൻപ് നമ്മൾ ഇതേപോലെ തന്നെ ഓൾഡ് തവ വെച്ചിട്ട് ഒരു കിടിലൻ ഐറ്റം തയ്യാറാക്കിയിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഓൾഡ് തവ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പോട്ടിൻ്റെ പാതി ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇതേപോലെ ഒരു കമ്പി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ഹോളുകളുള്ള ഒരു പോട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇലക്ട്രിക് വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണി ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ തവ നമ്മൾ എടുത്തതിന് ശേഷം കമത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് നമ്മൾ നിവർത്തി എടുക്കുന്നുണ്ട് കറക്റ്റ്. ഇത് നമ്മൾ വളച്ച് റെഡിയാക്കി സിറ്റിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വളഞ്ഞ കമ്പി എടുത്തതിന് ശേഷം ഇതിനുള്ളിൽ നമുക്കിത് ഇതേപോലെ അത് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. വളഞ്ഞ കമ്പി ഈ തവയുടെ കയ്യിൽ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പോട്ടിൻ്റെ പാതി ഭാഗം ഈ തവയുടെ പുറം ഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ കൈയുടെ നടുഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടിച്ച ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പോട്ടിൻ്റെ പാതി ഭാഗവും അതേപോലെ കമ്പിയും നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കും. ഇനി നമുക്ക് വേണ്ടത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി അഥവാ ഈർച്ചപ്പൊടി എന്നൊക്കെ പറയും, നമുക്ക് മരമില്ലിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫെവിക്കോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ പോട്ടൊക്കെ ഒട്ടിച്ച ഭാഗത്ത് നമ്മൾ ഇതേപോലെ എല്ലാ സൈഡിലും ഇതേപോലെ നമ്മൾ ഫെവിക്കോൾ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അറക്കപ്പൊടി അതിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഇതിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഇതിൽ അറക്കപ്പൊടി നമ്മൾ വിതറിയെടുക്കുന്നത്. കൂടുതൽ ഫുള്ളായിട്ട് ഭാഗം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണങ്ങിപ്പോവുക. അതിന് വേണ്ടിയിട്ടാണ്, ആ ഗമ്മ് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ച് ഭാഗം ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ അറക്കപ്പൊടിയിൽ ഇത് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് അറക്കപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കാം, അതായത് പോട്ടും തവയും എല്ലാം. ഗം അപ്ലൈ ചെയ്ത് അറക്കപ്പൊടി വിതറിയ ശേഷം അത് കൂടുതലുള്ള അറക്കപ്പൊടി നമ്മൾ ഇതേപോലെ തട്ടി ഒഴിവാക്കുന്നു. അപ്പോൾ തവയിലും അതേപോലെ തന്നെ അതിൽ ഒട്ടിച്ച പോട്ടിലൊക്കെ നമ്മൾ അറക്കപ്പൊടി പൊതിഞ്ഞെടുത്തു. ആ പോട്ടിൻ്റെ വക്കുഭാഗം മാത്രം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, ഹോളുള്ള പോട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ അറക്കപ്പൊടി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം തവയിലും പോട്ടിലൊക്കെ നമ്മൾ ഇതേപോലെ അറക്കപ്പൊടി പൊതിഞ്ഞെടുത്തു. ഇനി ഇതൊന്ന് ഉണങ്ങണം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 4-5 മണിക്കൂർ കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വയർ എടുക്കുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് വയറിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വളഞ്ഞ കമ്പിയിൽ നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തവയുടെ കയ്യിൽ നമ്മൾ ബ്ലാക്ക് ഇൻസുലേഷൻ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കയ്യിൽ മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ തവയുടെ കയ്യെ നമ്മൾ ഇൻസുലേഷൻ ചുറ്റിയെടുത്തു, വയറ് നമ്മൾ വളഞ്ഞ കമ്പിയിൽ ഫിറ്റ് ചെയ്തു. ഇന്ന് അവിടെ ഇതേപോലെ നമ്മളൊരു ഗോൾഡൻ ലേസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കിതാ ഈ പോട്ടിൻ്റെ വക്ക് ഭാഗത്തൂടെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ പാതിയുള്ള പോട്ടിനും അതേപോലെ തന്നെ നമ്മുടെ മുഴുവനായിട്ടുള്ള ഹോളുള്ള പോട്ടിനും നമ്മൾ വക്കിലൂടെ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓസിൻ്റെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വളഞ്ഞ കമ്പിയിൽ നമ്മൾ ഇതേപോലെ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയറ്റിയതിന് ശേഷം നമുക്ക് വളഞ്ഞ കമ്പി കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ ഓസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അറക്കപ്പൊടി പൊതിഞ്ഞ ഹോളുള്ള പോട്ട് നമുക്ക് എടുക്കുക. അതിനുശേഷം അതിൻ്റെ പോട്ടിൻ്റെ അടിയിലുള്ള ഒരു ഹോളിലൂടെ നമ്മൾ ഈ വയറും അതേപോലെ കമ്പിയും നമ്മൾ വയറ് കോർത്തതിന് ശേഷം ആ കമ്പിയിലേക്ക് അത് കോർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ കോർത്ത് നിർത്തിയതിന് ശേഷം അടിഭാഗത്ത് നമ്മുടെ കൈ വരുന്ന ഭാഗത്ത്, അതായത് തവയുടെ കൈ തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ ആ കൈയിലേക്ക് ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോള് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്തത് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള പോട്ടും നമ്മൾ സ്ക്രൂ കൊടുത്ത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേ ഒരു വൾ ബോർഡർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ വൾ ബോർഡർ നമ്മൾ ആ വയറിൽ നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾഡ് തവ കൊണ്ടുള്ള ക്രാഫ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ഇതിന് മുൻപും നമ്മൾ ഇതേപോലെ തന്നെ തവ കൊണ്ടൊരു ക്രാഫ്റ്റ് ചെയ്തിരുന്നു. അത് നമ്മൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക. ഈ ക്രാഫ്റ്റിൽ നമ്മൾ മുകളിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് ചെടികളാണ് നമ്മൾ വെച്ചത്. ഇതേപോലെ നമുക്ക് ഫ്ലവറുകളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.